വാവാ യേശുനാഥാ, വാവാ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥാ, വാവാ യേശുനാഥാ, വാവാ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥാ. നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥാ, നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമൻ ജീവനും സ്നേഹവുമേ. വാവാ യേശുനാഥാ, വാവാ യേശുനാഥാ, വാവാ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ. വാവാ യേശുനാഥാ, വാവാ യേശുനാഥാ, വാവാ യേശുനാഥാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ നിസ്സാരമെന്ന് നാം കരുതുന്ന ഒരു ഉറുമ്പിന് പോലും നശിപ്പിച്ചു കളയാനാവും വിധം ഒരു ഗോതമ്പപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ദൈവമിതാ നമ്മുടെ മുൻപിൽ അണഞ്ഞിരിക്കുന്നു. നമ്മുടെ സകല പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈ തമ്പുരാന് നമുക്ക് സമർപ്പിക്കാം. ഭൂമിയോളം ചെറുതായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ മുൻപിൽ അണഞ്ഞിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിത വഴികളിൽ മുഴുവൻ നമുക്ക് താങ്ങും തണലുമായിട്ട് നടക്കുന്നവൻ, അവൻ്റെ ഉള്ളങ്കരങ്ങളിൽ നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവൻ, വേദനകളുടെയും ദുഃഖങ്ങളുടെയും സഹനങ്ങളുടെയും വഴികളിൽ ആശ്വാസത്തിൻ്റെ വചനവുമായി നമ്മെ അനുഗമിക്കുന്നവൻ, നമ്മോട് തോളോട് തോൾ ചേർന്ന് നടക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തിന് മുൻപിൽ നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യമത്തിൻ്റെ ആരാധനയുടെ നിമിഷം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപരന് നന്മയായിട്ട് മാറുവാൻ, അപരന് കൃപയായിട്ട് മാറുവാൻ, അപരന് അഭിഷേകമായിട്ട് മാറുവാനുള്ള കൃപകൾക്കും വരങ്ങൾക്ക് വേണ്ടിയും ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ വചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവനം പ്രാപിക്കുവാൻ
ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നതെന്തിനാ? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കുവാൻ അഭിലഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങളെല്ലാം അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുവാൻ, ഒന്ന് ചിന്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ മനസ്സിനെ ഒരല്പം അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മുടെ ചിന്തകളെ ഒരല്പം ആകുലതപ്പെടുത്തുന്ന ഒരു വചനഭാഗം തന്നെയാണ് നമ്മൾ വായിച്ചു കേട്ടത്. വചനത്തിലൂടെ ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. തീർച്ചയായിട്ടും അസ്വസ്ഥതകളുണ്ട് നമ്മുടെ മനോഭാവത്തിൽ. അത്ര കണ്ട് ഭംഗിയായിട്ടൊന്നും നമുക്ക് ഈ വചനം അംഗീകരിക്കാനാവില്ല. സുവിശേഷത്തിൽ മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാലും സ്വർഗരാജ്യം നിങ്ങൾ അവകാശമാക്കും. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരെന്ന് ക്രിസ്തു പറയുന്നു. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നിവിടെ പറയുന്നു. എന്താണ് സ്വർഗം? സ്വർഗം എന്തെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ചില ധാരണകൾ, ചില ബോധ്യങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയാൽ ഒരുപക്ഷേ ഈ വചനത്തെക്കുറിച്ചും കൂടി വിശാലമായ മനസ്സോടുകൂടി, തുറവിയുള്ള ഹൃദയത്തോടു കൂടി നമുക്ക് നോക്കിക്കാണാനാവുമെന്ന് പ്രതീക്ഷിക്കുക, വിശ്വസിക്കുക. നാം ഈ ഭൂമിയിൽ രൂപപ്പെടുത്തുന്ന അകലങ്ങളും അന്ധരങ്ങളുമൊക്കെ അതുപോലെ തന്നെ സ്വർഗത്തിലും പാലിക്കപ്പെടും എന്ന് വേണം നമ്മൾ വിശ്വസിക്കുവാൻ. കൃത്യമായ ചില സൂചനകൾ സുവിശേഷത്തിലുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും ഉപമ നമുക്ക് വളരെ സുപരിചിതമാണ്. ധനവാനും ലാസറും തമ്മിൽ ഭൂമിയിൽ കൃത്യമായ ചില അകലങ്ങളുണ്ടായിരുന്നു, ചില അന്തരങ്ങളുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ ചില വിടവുകളുണ്ടായിരുന്നു. അതേ അകലങ്ങളാണ്, അതേ അന്തരമാണ്, അതേ ഗർത്തമാണ് അങ്ങകലെ സ്വർഗത്തിലും നാം കാണുക. ഭൂമിയിൽ നമ്മൾ സൃഷ്ടിക്കുന്നതൊക്കെ തന്നെയും, ഭൂമിയിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന അകലങ്ങളൊക്കെ തന്നെയും സ്വർഗത്തിലും ഉണ്ടാവുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. വളരെ ധനാഢ്യനായ മനുഷ്യൻ ആർഭാടത്തിൽ, സന്തോഷത്തിൽ, മണിമാളികകളിൽ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ അത്താഴപ്പട്ടിണിക്കാരനായിട്ടാണ് ഈ ലാസർ വസിക്കുക. ധനവാനും ലാസറിനും ഇടയ്ക്കും കൃത്യമായ ചില അകലം. കാലങ്ങളുമെല്ലാം കടന്നുപോയി, ഇവരുടെ ജീവിതം അവസാനിച്ചു. സ്വർഗത്തിലെ അബ്രാഹത്തിൻ്റെ മടിത്തടിയിലിരിക്കുന്ന ലാസർ, അങ്ങകലെ നരകാഗ്നിയിൽ വെന്തുരുകുന്ന ധനവാൻ. ഭൂമിയിലുണ്ടായിരുന്ന അതേ അകലം തന്നെ ഇവിടെയും പാലിക്കപ്പെടുകയാണ്. ചില അന്തരങ്ങളുണ്ട് അവർ തമ്മിൽ, അവരുടെ ഇടയിൽ മനോഹരമായൊരു വലിയൊരു ഗർത്തമുണ്ട്. ഭൂമിയിൽ അവർ പാലിച്ച അതേ അകലം സ്വർഗത്തിലും പാലിക്കപ്പെടുന്നു. ഭൂമിയിൽ ഇല്ലാത്തതായിട്ടൊന്നും തന്നെ നമുക്ക് അവിടെ അനുഭവിക്കാനാവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന സ്വർഗതുല്യമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഭൂമിയിൽ, നമ്മുടെ ഈ ജീവിതത്തിൽ. ദരിദ്രയായ ഒരു വിധവ, അവരുടെ ഏക സമ്പാദ്യം, ഏക സ്വത്ത്, ഏക സ്വപ്നം അവരുടെ കുഞ്ഞാണ്. കുഞ്ഞിന് വിശപ്പ് കറ്റുവാനുള്ള വകയ്ക്ക് വേണ്ടി ഇവിടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. നിരന്തരമായവരുടെ പ്രാർത്ഥന കേട്ട് അവസാനം ദൈവം ഇവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇവളുടെ പ്രാർത്ഥനയ്ക്കും പ്രതിഫലം എന്ന വണ്ണം ദൈവം ഒരു വരം നൽകുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് കാട്ടിലേക്ക് നടന്നു നീങ്ങുക. കാടിന് മധ്യത്തിൽ വലിയ ഗുഹയ്ക്കുള്ളിൽ നിനക്കായിട്ട് കുറേ സ്വർണ്ണ നാണയങ്ങൾ കരുതി വച്ചിരിക്കുന്നു. അവളെ കുഞ്ഞിനെയും എളിയിൽ വെച്ച് യാത്ര ആരംഭിച്ചു. ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. ഗുഹയുടെ വാതിൽ നിനക്ക് മുൻപിൽ തുറക്കപ്പെട്ടതിന് ശേഷം കൃത്യം 1 മിനിറ്റ് കഴിയുമ്പോൾ
അവ എന്നേക്കുമായി അടയ്ക്കപ്പെടും. അവൾക്ക് വേണ്ടത് ശേഖരിച്ച് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങാം. കുഞ്ഞിനെയും ഇളയിൽ വെച്ച് അവൾ യാത്ര ആരംഭിച്ചു. ഗുഹാ കവാടത്തെങ്കിലെത്തി. ഗുഹയുടെ വാതിൽ അവൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു. ഒത്തിരി സന്തോഷത്തോടെ അവൾ അകത്ത് പ്രവേശിച്ചു. കയ്യിൽ കരുതിയ സഞ്ചിയിൽ സ്വർണ്ണ നാണയ തുട്ടുകളൊക്കെ അവൾ ശേഖരിച്ചു വെച്ചു. പെട്ടെന്നാണ് അവൾ തിരിച്ചറിയുക, ഗുഹയുടെ വാതിലടയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അവൾ ഓടി ഗുഹയുടെ പുറത്തെത്തി. കയ്യിൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഗുഹയുടെ വാതിൽ എന്നേക്കുമായിട്ട് അടയ്ക്കപ്പെട്ടു. പെട്ടെന്നാണ് അവൾ തിരിച്ചറിയുക, തൻ്റെ സമ്പാദ്യം, തൻ്റെ സ്വപ്നം, തൻ്റെ പ്രതീക്ഷയായ തൻ്റെ കുഞ്ഞ് ഗുഹയ്ക്കുള്ളിലാണ്. എന്നേക്കുമായിട്ട് അവൾക്കത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? അവളുടെ സ്വർഗമാണ്. സ്വർഗം കണക്കിന് വിശിഷ്ടമായിട്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കുഞ്ഞിനെയാണ് അവൾ അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു വരിക. പണത്തെ പൂജിക്കാൻ ആരംഭിക്കുമ്പോൾ, സമ്പത്തിനെ പൂജിക്കാൻ ആരംഭിക്കുമ്പോൾ നഷ്ടപ്പെടുത്തി കളയുന്നത് സ്വർഗതുല്യമായ പലതുമാണ്. സ്വർഗതുല്യമായ നമ്മുടെ ബന്ധങ്ങൾ പണത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു. സ്വർഗതുല്യമായ നമ്മുടെ ഭവനാന്തരീക്ഷം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നു. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ ഭവനങ്ങളാണ്, ഒരു സംശയവുമില്ല. ഭൗതികമായ പല നേട്ടങ്ങൾക്കും വേണ്ടിയും നഷ്ടപ്പെടുത്തി കളയുന്ന സ്വർഗതുല്യമായ അവസ്ഥകളെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചുമാണ് ക്രിസ്തു സുവിശേഷത്തിലൂടെ പരാമർശിക്കുക. ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി കുറച്ചും കൂടി വ്യക്തതയോടുകൂടി, കുറച്ചും കൂടി തുറവിയുള്ള ഹൃദയത്തോടുകൂടി വചനത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പണത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, പണപ്പെരുപ്പത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന സ്വർഗതുല്യമായ അവസ്ഥകളാണ്. അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുകി കിട്ടുന്നത് മുഴുവൻ സ്വരുക്കൂട്ടി വെച്ച് ഒരു മനോഹരമായൊരു ഭവനം പണിതു, പുതിയൊരു വീട് പണിതു, അവിടേക്ക് താമസം മാറ്റി. വളരെ സന്തോഷകരമായിട്ട് അവർ ആ വീട്ടിൽ താമസം ആരംഭിക്കുകയാണ്. മൂത്ത കുഞ്ഞ് ചെരുപ്പിട്ടൊക്കെ ഈ വീടിനുള്ളിൽ കൂടി ഓടി നടക്കുന്നുണ്ട്. അപ്പനും അമ്മയും അത് വിലക്കി. അത് പാടില്ല, നമ്മുടെ വീടിൻ്റെ ഭംഗി കെട്ടു പോകും, വീട് മുഴുവൻ ചീത്തയാവും. ഇളയ കുഞ്ഞിനെ കളർ പെൻസിൽ കൊണ്ട് വീടിൻ്റെ ഭിത്തിയിലൊക്കെ പടങ്ങളൊക്കെ വരയ്ക്കണം. അപ്പനും അമ്മയും സമ്മതിക്കില്ല. വളരെ വിലയേറിയ പെയിന്റുകൾ ഉപയോഗിച്ച് മനോഹരമാക്കിയ ചുമരുകളാണ്. അത് കളർ പെൻസിലും കൊണ്ട് കുത്തിവരച്ചും നശിപ്പിക്കാനാവില്ല. സഹികെട്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ അവസാന പ്രകാരം പറയുക, നമുക്ക് ആ പഴയ വീട് മതിയായിരുന്നു അല്ലേ. ഒരു വീടിനെ വീടാക്കി മാറ്റുന്നത് അതിനുവേണ്ടി മുടക്കിയ പണപ്പെരുപ്പങ്ങളല്ല, അതിൻ്റെ ഭംഗിയല്ല, അതിൻ്റെ വലിപ്പമല്ല, മറിച്ച് അതിൽ ജീവിക്കുന്നവരുടെ മനോഭാവങ്ങളാണ്. സ്വർഗതുല്യമായ ജീവിതാന്തരീക്ഷമാണ്. ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്ന ഒരു ഭവനത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ ജീവിച്ചത്, ചോർന്നൊലിക്കുന്ന ഒരു കൂരയിൽ. പക്ഷെ അവർക്കത് സ്വർഗീയ ഭവനമായിട്ട് അനുഭവപ്പെട്ടു. അതിൻ്റെ ഭംഗിയല്ല, അതിൻ്റെ മൂല്യമല്ല, മറിച്ച് അവരുടെ ബന്ധങ്ങളുടെ ദൃഢത, തുറവിയുള്ളവരുടെ ഹൃദയം സ്വർഗതുല്യമായ അനുഭവങ്ങൾ അവർക്ക് പ്രദാനം ചെയ്തു. വിലയേറിയ മൂല്യമുള്ള മനോഹരമായ ഭവനത്തിൽ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത് സ്വർഗതുല്യമായ ചില അനുഭവങ്ങളാണ്, അവസ്ഥകളാണ്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തും. ഫ്രാൻസിസും സഹോദരൻ ലിയോയും ഒരു ദിവസത്തെ മുഴുവൻ ഭിക്ഷാടനത്തിന് ശേഷം തങ്ങൾക്ക് ലഭിച്ച ഒരു ഉണക്കറൊട്ടി കഷ്ണവുമായിട്ട് നടന്നു നീങ്ങുകയാണ്. ഫ്രാൻസിസ് പറഞ്ഞു, നമുക്കിത് ഭക്ഷിക്കുവാനായിട്ട് കാട്ടിലേക്ക് പ്രവേശിക്കാം. ജനവാസമുള്ള പാതകളൊക്കെ വിട്ട്, വീതികൾ വിട്ട് പതുക്കെ കാട്ടിലേക്ക് പ്രവേശിച്ചു. ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദിക്കരികെ തണലുള്ള ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ ഒരു പാറക്കഷണത്തെ മേശയായി കണ്ട് ഫ്രാൻസിസും സഹോദരൻ ലിയോയും കൂടി ഈ ഉണക്കറൊട്ടി ഭക്ഷിക്കുകയാണ്. അവ ഭക്ഷിച്ച് തൃപ്തനായതിനു ശേഷം ഫ്രാൻസിസ് ലിയോ സഹോദരനോട് പറഞ്ഞു, ലിയോ സഹോദര, നമുക്കിനി നമ്മുടെ ദൈവത്തെ പ്രകീർത്തിക്കാം, നമ്മുടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് എത്ര കാരുണ്യവാനാണ്, എത്ര വലിയ അനുഗ്രഹമാണ് ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ഭക്ഷിക്കുവാൻ ഉണക്കറൊട്ടി, കുടിക്കുവാൻ അരുവിയിലൊഴുകുന്ന വെള്ളം,
ഇരിക്കുവാൻ തണലുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്, ഭക്ഷിക്കുവാൻ ഭക്ഷണം വയ്ക്കുവാൻ പാറ കൊണ്ടുള്ള മനോഹരമായ മേശ. ഇതിൽ പരം എന്തു വേണം ദൈവത്തെ സ്തുതിക്കാൻ? അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന് തൻ്റെ ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ അർപ്പിക്കുവാൻ ഒരു ഉണക്കറൊട്ടിയും പുഴയിലൊഴുകുന്ന വെള്ളവും മരത്തിൻ്റെ തണലും ഒരു പാറ കഷ്ണവും മതിയായിരുന്നു. ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് നേട്ടങ്ങളും കൈവരിച്ചിട്ടും തമ്പുരാൻ്റെ മുൻപിലും കൃതജ്ഞതയോടുകൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്വസ്ഥമായിരിക്കുവാൻ നമുക്കാവാത്തത് പലതിനെയും സ്വർഗതുല്യമായ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. വിശിഷ്ടമായത് പലതും പണത്തിൻ്റെ പെരുപ്പം കൊണ്ട്, പണത്തിന് വേണ്ടിയുള്ള വാദഗതികളുടെ പേരിൽ നാം നഷ്ടപ്പെടുത്തി കളയുക. സ്വർഗതുല്യമായി മാറേണ്ട സകലതും അതിൻ്റെ പ്രഭകെടുത്ത് കളയുന്നത് പണത്തിന് മുൻപിലാണ്, സമ്പത്തിന് മുൻപിലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആവണം ക്രിസ്തു വളരെ മനോഹരമായിട്ട് സുവിശേഷത്തിലൂടെ പറയുക, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. സമ്പാദിക്കരുതെന്നോ പണം സ്വരുക്കൂട്ടരുതെന്നോ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്നല്ലോ അല്ല പറയുക. സ്വർഗതുല്യമായത് പലതും ഇതിൻ്റെ പേരിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. വിശിഷ്ടമെന്ന് കരുതുന്ന, ശ്രേഷ്ഠമെന്ന് കരുതി നാം കാത്തുപരിപാലിക്കേണ്ട നമ്മുടെ വിശിഷ്ടമായ ബന്ധങ്ങൾ, സ്വർഗതുല്യമായി മാറേണ്ട നമ്മുടെ കുടുംബാന്തരീക്ഷം, സ്വർഗതുല്യമായി മാറേണ്ട നമ്മുടെ സൗഹൃദങ്ങൾ, കൃത്യമായ നീതിപൂർവമായ നമ്മുടെ ബോധ്യങ്ങൾ, നിലപാടുകൾ, ധനത്തിന് മുൻപിലും സമ്പത്തിന് മുൻപിലും അടിയറ വയ്ക്കരുതെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഉണ്ടായിരുന്ന ക്രിസ്തു ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങിയത് തൻ്റെ മടിത്തട്ടിലെ പണത്തിൻ്റെ പെരുപ്പം കൊണ്ടല്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായി ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങിയവനാണ് നമ്മുടെ ക്രിസ്തു. പറഞ്ഞതും പ്രഘോഷിച്ചതും പഠിപ്പിച്ചതും തൻ്റെ ബോധ്യങ്ങളായിരുന്നു. പണത്തിൻ്റെ പെരുപ്പത്തിൻ്റെ പേരിൽ ആരുടെ മുൻപിലും തൻ്റെ ബോധ്യങ്ങളെ, നിലപാടുകളെ ക്രിസ്തു അടിയറ വെച്ചിട്ടില്ല. സമ്പത്തിൻ്റെ പേരിലും നേട്ടങ്ങളുടെ പേരിലും സ്ഥാനമാനങ്ങളുടെ പേരിലും ക്രിസ്തു തൻ്റെ ഒരു വചനങ്ങളും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കൃത്യമായ ബോധ്യങ്ങൾ, കൃത്യമായ നിലപാടുകൾ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ക്രിസ്തുവിനായത് അവൻ സമ്പത്തിനോട്, പണത്തിനോട് കൃത്യമായ ചില അകലം പാലിച്ചത് കൊണ്ടാണ്. തമ്പുരാനെ, നിറഞ്ഞ മനസ്സോടും പരിപൂർണമായ വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ അണഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ അധ്വാനങ്ങളും ഞങ്ങളുടെ പ്രയത്നങ്ങളും ഞങ്ങളുടെ പരിശ്രമങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ അല്പം കൂടി മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും പണത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കുണ്ട്, സമ്പത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കുണ്ട്. ഒരിക്കലും അവ ഞങ്ങളുടെ സ്വർഗതുല്യമായ ജീവിതാനുഭവങ്ങളെ കെടുതിക്കളയാതിരിക്കട്ടെ. ഒരു ജന്മം, ഒരേ ഒരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ഒരു ജന്മം, ഒരേ ഒരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ദൈവഹിതത്തിൽ ജീവിച്ച ഈ ഭൂവിൽ ഈ ജന്മം സൗഭാഗ്യസുന്ദരം. ഈ ജന്മം, ഒരു ജന്മം, ഒരേ ഒരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ഒട്ടേറെ നേടാൻ ഓടിയാലും നേട്ടങ്ങളേറെ നീ നേടിയാലും, ഒട്ടേറെ നേടാൻ ഓടിയാലും
നഷ്ടമീ ഭൂവിൽ നിന്റെ ജന്മം. ദൈവത്തിൻ വഴി നീ തേടിയില്ലെങ്കിൽ വ്യർത്ഥമീ ഭൂവിൽ നിന്റെ ജന്മം. വ്യർത്ഥമീ ഭൂവിൽ നിന്റെ ജന്മം. ഒരു ജന്മം, ഒരേ ഒരു ജന്മം ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ദൈവഹിതത്തിൽ ജീവിച്ച ഈ ഭൂവിൽ ഈ ജന്മം സൗഭാഗ്യസുന്ദരം. ഈ ജന്മം ഒരു ജന്മം, ഒരേ ഒരു ജന്മം ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരുടെയും പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആകുലതകളെയും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും ഞങ്ങളുടെ ക്ലേശങ്ങളെയും പൂർണ്ണമായിട്ടും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ അസ്വസ്ഥതകൾ, ഞങ്ങളുടെ ആകുലതകൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. നാളെയെക്കുറിച്ചുള്ള ഞങ്ങളുടെ സ്വപ്നങ്ങളും നാളെയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷകളും പൂവണിയിക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഞങ്ങൾ. അവയെക്കുറിച്ചുള്ള ചിന്തകളാണ്, അവയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ് ഞങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയും അലട്ടുന്നത്. ഒരല്പം കൂടിയൊക്കെയുള്ള മനോഹരമായ ജീവിത ചുറ്റുപാടുകൾ സ്വായത്തമാക്കിയെടുക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. തമ്പുരാനെ, ഇത് ഞങ്ങൾ തിരിച്ചറിയുന്നു. സമ്പത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ കഠിന പരിശ്രമങ്ങളൊക്കെ പലപ്പോഴും വളരെ ശ്രേഷ്ഠമായ, വളരെ വിശിഷ്ടമായ, സ്വർഗതുല്യമായ പലതും നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായിട്ട് മാറുമെന്ന ഈശോയും വിശിഷ്ടമായ, ശ്രേഷ്ഠമായ, സ്വർഗതുല്യമായ ഇതിനെയെല്ലാം പൂർണ്ണമായ ഗൗരവത്തോടു കൂടെ നോക്കി കാണുവാൻ, സമ്പത്തിൻ്റെ പേരിൽ, സമ്പത്ത് കെട്ടിപ്പടുക്കുവാനുള്ള പരിശ്രമങ്ങളുടെ പേരിൽ ശ്രേഷ്ഠമായ, വിശിഷ്ടമായ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി കളയുവാൻ ഒരിക്കലും അങ്ങ് ഇടവരുത്തരുതേ. സ്വർഗതുല്യമായതൊന്നും നഷ്ടപ്പെടുവാൻ അങ്ങ് അവിടുന്ന് ഇടവരുത്തരുതേ. അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥന നമുക്ക് ഓർക്കാം. ഫ്രാൻസിസ് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക ഇപ്രകാരമാണ്: ദൈവമേ, സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്വർഗത്തിൻ്റെ വാതിൽ എൻ്റെ മുൻപിൽ അങ്ങ് അടച്ചുവിടണമേ. നരകത്തെ ഭയന്നിട്ടാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ നരകാഗ്നിയിലേക്ക് അങ്ങനെ തള്ളിവിടണമേ. തമ്പുരാനെ, അങ്ങയോടുള്ള അഗാധമായ സ്നേഹത്താലാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇരുകരങ്ങളെ നീട്ടി എന്നെ അവിടുന്ന് സ്വീകരിക്കണമേ എന്ന്. തമ്പുരാനോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി മാത്രം അവിടുത്തെ സ്നേഹിക്കുവാൻ നമുക്കിടയാവട്ടെ. ഏറ്റവും മൂല്യമേറിയത്, ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും ശ്രേഷ്ഠമായത് നമ്മുടെ മുൻപിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ അണഞ്ഞിരിക്കുന്ന കാരുണ്യവാനായ നമ്മുടെ ദൈവമാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ആ തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ, കൃപകൾ സ്വീകരിക്കുവാൻ, ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് മുട്ടുമേലായിരിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും
ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.